ബൈബിളിനകത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം, അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നമ്മൾ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് ഇന്ന കാര്യം വിശ്വാസം ചെയ്യാമെന്ന് ദൈവം നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ അങ്ങ് ചെയ്യണം. അതൊരു ദൈവപ്രവൃത്തിയായിട്ട് പരിണമിക്കും. ഇന്ന് നമ്മൾ തിരുവചനത്തിനകത്ത് ആപ്ലിക്കബിൾ ആക്കുന്ന അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി സംഭവിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരു കാര്യം ദൈവ ശബ്ദം കേട്ടിട്ട് ചെയ്യുക, അത് ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കി ചെയ്യുന്നൊരു കാര്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 33 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ വിറകടുക്കി കാളയെ ഖണ്ഡം ഖണ്ഡമാക്കി വിറകിന്മേൽ വെച്ചു, 4 തൊട്ടിയിൽ വെള്ളം നിറച്ചു ഹോമയാഗത്തിന് മേലും വിറകിന്മേലും ഒഴിപ്പീൻ എന്ന് പറഞ്ഞു. 2-ാം പ്രാവശ്യം ഇങ്ങനെ ചെയ്യുവീൻ എന്ന് അവൻ പറഞ്ഞു. അവർ 2-ാം പ്രാവശ്യവും ചെയ്തു. 3-ാം പ്രാവശ്യം അങ്ങനെ ചെയ്യുവീൻ. 3-ാം പ്രാവശ്യം ചെയ്തു. വെള്ളം യാഗപീഠത്തിന് ചുറ്റും ഒഴുകി. അവൻ തോട്ടിലും വെള്ളം നിറച്ചു. എന്തിനു വേണ്ടിയാ ഈ കാര്യം ചെയ്യുന്നത്? തീ ഇറങ്ങാൻ വേണ്ടി അല്ലേ? തീ ഇറങ്ങി വെള്ളം അല്ലെങ്കിൽ ആ യാഗപീഠത്തെ കത്തിക്കാൻ വേണ്ടിയാ. ഈ വെള്ളത്തിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ? മാനുഷികമായിട്ട് വെള്ളവും തീയും തമ്മിൽ ഒരുമിച്ച് മാച്ചാവോ? ഒരിക്കലും ഇല്ല. വെള്ളം എന്തിനു വേണ്ടിയുള്ളതാ? തീയെ കെടുത്താൻ വേണ്ടിയുള്ളതാ. പക്ഷേ ഇവിടെ ലോകത്തിൻ്റെ ലോജിക്കിന്, യുക്തിക്ക് വിപരീതമായിട്ടൊരു കാര്യം ഏലിയാവ് ചെയ്യുന്നത് ദൈവനിയോഗത്തിലാണ്, ദൈവശബ്ദത്തിലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. സൂപ്പർ നാച്ചുറലായിട്ടൊരു പ്രവൃത്തി വെളിപ്പെടും. പ്രിയ ദൈവപൈതലേ, നിന്റെ ചില വിഷയത്തിനകത്ത് ദൈവം ചെയ്യുന്നത് ഒരു സാധാരണമായ പ്രവൃത്തി അല്ല, അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ചിലപ്പോൾ ഇതുപോലെ വെള്ളമെടുക്കാൻ ദൈവം നിന്നോട് പറഞ്ഞെന്നിരിക്കും, വെള്ളമൊഴിക്കാൻ ദൈവം പറഞ്ഞെന്നിരിക്കും. അതനുസരിക്കാൻ തയ്യാറായാൽ, അത് ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും അനുഗ്രഹീതമായ, ഏറ്റവും പ്രയോജനകരമായ ഒരു നന്മ, ഒരു വാഗ്ദത്തം, അത് എന്നെന്നും ഓർക്കപ്പെടുന്ന രീതിയിൽ കർത്താവ് ചെയ്യും. ഇവിടുത്തെ കാര്യം നമുക്കറിയാം. ബാലിൻ്റെ ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് ദൈവനിയോഗത്തിൽ ഏലിയാവ് അവിടെ നിൽക്കുന്നതാ. ബാലിൻ്റെ ശക്തികളെ ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഒറ്റയ്ക്കാണ് ഏലിയാവ് നിൽക്കുന്നത്. നീ ദൈവത്തോടൊപ്പമാണോ നിൽക്കുന്ന കുഞ്ഞെ? ഒറ്റയ്ക്ക് നിന്നാൽ മതി, ദൈവം നിൻ്റെ കൂടെ നിന്നോളും. ഏലിയാവിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ബാലിൻ്റെ 850 പേരും ആഞ്ഞു വിളിച്ചിട്ടും ബാല് വന്നില്ല, ബാലിൻ്റെ ശക്തി വന്നില്ല. ഞാൻ ദൈവത്തോട്, കർത്താവേ, ഈ ബാല് ഭയങ്കര പരിപാടിയൊക്കെ ചെയ്യുന്നതാണല്ലോ, എടാ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാടാ ബാലിന് വരാൻ പറ്റുന്നേ? ഏലിയാവ് എന്ന് പറയുന്ന പ്രാർത്ഥനാ മനുഷ്യൻ്റെ കൂടെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ബാലിൻ്റെ ശക്തികൾക്ക് എങ്ങനെ വരാൻ പറ്റുന്നേ? എങ്ങനെ വരാൻ പറ്റുന്നത്? വിശ്വസിക്കൂ കുഞ്ഞെ, നിന്റെ ചുറ്റുപാടും അന്ധകാര ശക്തികൾ കാണുമായിരിക്കും, പക്ഷേ അത് നിന്നോട് അടുത്ത് വരത്തില്ല. അതാ വാഗ്ദത്തം. വിശ്വസിക്ക്. നേരോടെ നടക്കുന്നവർ ഒരു നന്മയും മുടക്കത്തില്ല. ഏലിയാവ് പറയും, നിങ്ങളുടെ സമയം കഴിഞ്ഞു. പറയാമോ? പിശാചേ, നിന്റെ സമയം കഴിഞ്ഞു. ഒന്ന് പറഞ്ഞേ, നിന്റെ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ സമയം ആരംഭിച്ചെന്ന. ഓ ഹല്ലേലൂയ. പറഞ്ഞേ, എൻ്റെ സമയം ആരംഭിച്ചെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതുപോലെ ആദ്യം ഏലിയാവ് ചെയ്തതുണ്ടോ? ഇടിഞ്ഞു കിടന്ന യാഗപീഠം നന്നാക്കി. പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഇടിഞ്ഞു കിടന്ന യാഗപീഠം നന്നാക്കി. ഇടിവുകൾ നന്നാക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമായ ഒരു ദൈവപ്രവൃത്തിയിലായിരിക്കും അവസാനിക്കുന്നത്. പിന്നെ കാളയെ ഖണ്ഡം ഖണ്ഡമായി നുറുക്കി യാഗപീഠത്തിന്മേൽ കിടത്തി വെള്ളമൊഴിച്ചു. അതാ നമ്മൾ ഗുരുവാക്യമായിട്ട് വായിച്ചത്, വെള്ളമൊഴിച്ചു. എടാ, തീ ഇറങ്ങാൻ വെള്ളം, ഇത് മാനുഷികമായിട്ട് ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണെങ്കിലും ദൈവം പറഞ്ഞതായിട്ട് ഏലിയാവ് അത് 3 പ്രാവശ്യം ചെയ്തു. എന്നിട്ടൊരു പ്രാർത്ഥന, യഹോവേ നീ ദൈവമാ, ഞാൻ അങ്ങയുടെ ദാസനാ, ഇതൊക്കെ അങ്ങ് പറഞ്ഞിട്ടാ ചെയ്ത, ഇപ്പൊ വെളിപ്പെടണം. ആമേൻ പറയുന്നതിന് മുമ്പ് സ്വർഗം ആമേൻ പറഞ്ഞു. തീ കത്തിച്ചു, സ്വർഗത്തിന് തീ ഇറങ്ങി, യാഗപീഠം കത്തി, വെള്ളം കത്തി ദഹിച്ചുപോയി, മണ്ണ് ദഹിച്ചുപോയി. ഉണ്ടോ? മലിനമായ മണ്ണ്, ബാലിൻ്റെ ശക്തിയുടെ സ്വാധീനത്താൽ മലിനമായ മണ്ണ് ദേശത്തിന് മേൽ സ്വാധീനം ചെലുത്തിയപ്പോൾ മണ്ണിനെ തൊട്ട് ദൈവം തുടങ്ങി. അതാ ദൈവം ആ വെള്ളമൊഴിക്കാനായിട്ട് പറഞ്ഞതിൻ്റെ
ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. യെസ്, ദൈവം നിന്നോടൊരു കാര്യം പറയുമ്പോൾ ബുദ്ധിക്ക് നിരക്കാത്തതായിരിക്കാം, വിശ്വാസത്തിന് ചുവട് വെക്കേണ്ടതായിരിക്കും, അതങ്ങ് ചെയ്തോണം കേട്ടോ. ഭയങ്കര റിസൾട്ട് കൊണ്ടുവരുന്നേ, വലിയ വിടുതൽ കൊണ്ടുവരുന്നേ. ആ ദൈവങ്ങളെ നമുക്ക് ഏൽപ്പിക്കുക, കണ്ടടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദേശത്തിനായി നന്ദിയോടെ ഞാൻ അങ്ങേ സ്തുതിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ വലിയ പ്രവൃത്തിയുടെ കരം സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുമേലും ശക്തമായി വെളിപ്പെട്ടു വരട്ടെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കരങ്ങളിൽ വഹിക്കണം, കൃപയിൽ മറയ്ക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.